ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവി7. നമ്മുടെ ഇത് മൂന്നാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഒരു 139 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇതുവരെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ ചെറിയ ചാനലിൽ വന്നിട്ട് നമ്മുടെ വ്ളോഗൊക്കെ വ്യൂ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ പുതിയ കൂട്ടുകാർ വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ പറമ്പിലെ പണികളും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. പിന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പപ്പായ മരത്തിന് പറ്റിയിട്ട് തുടങ്ങാം. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷക്കാലത്ത് ഞങ്ങൾ കുറേ ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് തൈ നടുമ്പോൾ ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ ഒരുപാടായപ്പോൾ അതൊക്കെ നാശമായി പോവുക ചെയ്തത്. പക്ഷേ ഇത് നമ്മൾ വേനൽക്കാലത്ത് വെച്ചതാണ്. അത് കാരണം വലിയ കുഴപ്പമില്ല. നമുക്ക് അടിയിൽ നിന്ന് തൊട്ടേ പപ്പായ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വിളവെടുപ്പിന് സെറ്റായിട്ട് നിൽക്കണതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പറിച്ചാലോ. എന്താ പപ്പായ? ഇതെന്താ മാമൂട്ടിയെ? ഇതെന്തൊരു സാധനം? ആമി, ഇതെന്തൊരു സാധനം? എന്നിട്ട് അങ്ങോട്ട് നോക്കി പറഞ്ഞേ. പപ്പായ ഇഷ്ടമാണോ ചോദിച്ചേ? എന്നോടല്ല, അവരോട് ചോദിക്കണം എന്നാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് ലോങ് വീഡിയോ തുടങ്ങാൻ പോവാണ്. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തുടങ്ങാം, നമുക്ക് തുടങ്ങാം. ഒരു മിനിറ്റ് കേട്ടാ. ഇതെന്താ സംഭവം എന്നറിയോ? നിത്യ വഴുതനങ്ങ തയ്യട്ടാ. എന്നിട്ടാ ആമിക്ക് ഞങ്ങളുടെ കൂടെ പറമ്പിലൊക്കെ ഇങ്ങനെ നടക്കണ കാരണേ ആമിക്ക് ഒരുവിധം പച്ചക്കറികളുടെ പേരൊക്കെ അറിയാലോ. ആമിയെ ബാക്കിലത്തെ എന്താ? പപ്പക്കായ. ബാക്കിലത്തെ എന്താ? ഇതെന്താ? ചീര. ഞാൻ രാവിലെ കുറച്ച് പണികളൊക്കെ പറമ്പിൽ ചെയ്തായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം ഇൻട്രോ എടുത്തതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പണിയായുധങ്ങളൊക്കെ ആയിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പ്ലാവിൻ്റെ ചോട്ടിൽ ധാരാളം കരിയിലകൾ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം കൃഷി ചെയ്യാനായിട്ട് മുളകും ചീരയാണ്. അപ്പോൾ ചീരയ്ക്കല്ല, മുളകിനിടാൻ വേണ്ടിയിട്ടാണ് കരിയില ഇപ്പോൾ വാരിക്കൊണ്ടിരിക്കണത് കേട്ടോ. ഈ ഒരു ചെറിയ കൈക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ മണ്ണ് മാന്തി എടുക്കാനും കളച്ചെടുക്കാനും ഇതുപോലത്തെ പരിപാടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ചെറിയ കൈക്കോട്ട്. അപ്പോൾ ഈ കരിയിലൊക്കെ വാരി കൊട്ടയിൽ നിറച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ജാതിയുടെ ചോട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, കുമ്മായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മണ്ണ് ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കരിയിലകൾ എല്ലാത്തിനും നമ്മൾ മെയിനായിട്ട് കരിയിലകൾ ഇട്ട് കൊടുക്കാറുണ്ട്, എല്ലാ ചെടികൾക്കും എല്ലാ മരങ്ങൾക്കും. അപ്പോൾ അത് കാരണം നമ്മുടെ പറമ്പിൽ മരങ്ങളുടെ ചോട്ടിലും അതായത് ഈ ജാതി അങ്ങനെയുള്ള തെങ്ങ് അതിൻ്റെ ചോട്ടിലൊക്കെ നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ താഴ്ന്നു പോവും. അതുപോലെ കരിയിലകൾ ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ മണ്ണിട്ടാണ്. അതിൻ്റെ ഗുണമായിട്ട് നമ്മുടെ പറമ്പ് നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ള കാരണം തന്നെ കരിയിലകളൊക്കെ അധികം ഇങ്ങനെ കൂട്ടിയിടാൻ ശ്രമിക്കാറില്ല കേട്ടോ. ഇനി നമുക്ക് പിന്നെ കടച്ചക്ക പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പറമ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിച്ച് ഫ്രഷായിട്ട് കടയിൽ പോകാൻ കേട്ടോ. അതിന് മുൻപ് കടച്ചക്കൊക്കെ പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് അബിയൂൻ്റെ തൈയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം വെച്ചതാണ്. ഇപ്പം കുറച്ചും കൂടി ഗ്രോത്ത് ആയിട്ടുണ്ട്. നല്ല വേനലിലാണ് ഞാൻ വെച്ചത് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ തണലൊക്കെ കെട്ടി കൊടുക്കുക ചെയ്തത്. വെയിലടിച്ചിട്ട് ആൾ വയ്യാണ്ടായിട്ടേ. അപ്പോൾ ഈ ചേട്ടൻ നല്ല കഷ്ടപ്പാടാണ് ഈ ഇരുമ്പ് തോട്ടി വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പൊട്ടിച്ചെടുത്തത് മുഴുവൻ നമ്മൾ അയൽവക്കക്കാർക്കൊക്കെ വിതരണം ചെയ്തു. ഈ പ്രാവശ്യം ഈ ജോലിച്ചാണ്ട് ചേട്ടന്മാരൊക്കെ ഞങ്ങളുടെ അടുത്തടുത്ത് തന്നെ താമസിക്കണം. അപ്പോൾ ചേട്ടന്മാരുടെ വീട്ടിലേക്കും പിന്നെ എൻ്റെ വീട്ടിലേക്കും കടച്ചക്ക കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിലേക്കും കൊടുക്കണം, ചേട്ടന്മാർക്കും കൊടുക്കണം. ഈ പ്രാവശ്യം ഞങ്ങൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പൊട്ടിക്കണത്. ഇനിയും തിരിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കടച്ചക്ക. അപ്പോൾ നല്ല ടേസ്റ്റാണ്
കേട്ടോ. ഫ്രഷ് കടച്ചക്ക ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് ഉപ്പേരി വയ്ക്കാനും ചക്ക വറക്കണ പോലെ ഇത് വറക്കും ചെയ്യാം. ഞാൻ അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടു നോക്കിയോളൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കരിയില ഇട്ട കാരണം ദേ കാല് വെച്ചപ്പിക്കും താഴ്ന്നു പോകണണ്ട. അത്രയും ലൂസിലാണ് നമ്മുടെ മണ്ണ് കിടക്കണത്. അങ്ങനെ കിടന്നാൽ തന്നെ നമ്മൾ എന്ത് തൈ വെച്ച് കൊടുത്താലും നല്ല ഗ്രോത്തിൽ വരും കേട്ടോ. നല്ല മണ്ണിളക്കം വേണം നമ്മൾ എന്ത് വെച്ച് കൊടുത്താലും. സിമൻറ്റ് പോലെ ഉറച്ച് കിടക്കണ മണ്ണിൽ ഒന്നും കൊണ്ട് വെച്ചാൽ നമുക്കൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ മണ്ണിനെ സ്നേഹിച്ച് ഇടയ്ക്കിടയ്ക്ക് അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ വെക്കണതൊക്കെ സക്സസ് ആയിട്ട് കിട്ടും. എൻ്റെ അനുഭവം മാത്രമാണ് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരു സാധാരണക്കാരിനെയും കൂടി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോസായിട്ട് പിന്നെയും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ഒരു പ്രചോദനം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചേട്ടാ അതൊക്കെ പറക്കി കൊട്ടയിലെല്ലാം മുറത്തിൽ വെക്കുന്നുണ്ട്. ചിക്കനിലും ബീഫിലും പോർക്കിലും എല്ലാത്തിലും സെറ്റായിട്ട് പോണ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഉപ്പേരി വെക്കുക, നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലുള്ള ഉപ്പേരി കൂട്ടാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇട്ട് എടുക്കണ ഉപ്പേരില്ലേ, അതും വലിയ ഇഷ്ടമാണ്. ഞാനിന്നിപ്പോൾ വറക്കും ചെയ്യാം, ഉപ്പേരി കൂട്ടാൻ വയ്ക്കാൻ ചെയ്യാമെന്ന് വെച്ചിട്ട് 2 എനിക്ക് മാറ്റി വെക്കണം. പിന്നെ ചേട്ടന്മാരോടിക്കും പറഞ്ഞ പോലെ എൻ്റെ വീട്ടിലേക്കൊക്കെ കൊടുക്കണം. അങ്ങനെ പിന്നെ ഇത് ഞങ്ങൾ മുറൊക്കെ താങ്ങി പിടിച്ച് വീട്ടിലേക്ക് പോവുക. ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് വീണ്ടും നമുക്ക് പറമ്പിൽ കുറച്ചും കൂടി പണികളുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നല്ല വെയിറ്റ് ഉണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ആളെൻ്റെ നിന്ന് വാങ്ങിച്ച് ആൾ കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ നമുക്കൊരു മുറം നിറച്ച് തന്നെ അടച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. നേരത്തെയും കൂടി പൊട്ടിച്ചതുണ്ടെങ്കിൽ ഒരു കൊട്ട നിറച്ചുണ്ടായിരുന്നേനെ. ആ ഷോർട്ട് വീഡിയോയിൽ കാണാം അത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചിട്ട് വീണ്ടും ഞങ്ങൾ പറമ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പോണതിന് മുന്നേ കുറച്ച് പണികളൊക്കെ കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ചേട്ടനോട് സഹായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണികൾ കഴിയുമല്ലോ. പിന്നെ ഈ വീഡിയോടൊപ്പം കാരണം വിചാരിച്ച പോലെ പണികൾ വേഗം കഴിയണില്ല കേട്ടോ. അപ്പോൾ അതേ മുളകിനിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരിയിലൊക്കെ വാരി കൊണ്ടുപോവാണ് മുളകിനിടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇടാൻ പോണത് ഞങ്ങൾ വേനലിൽ കുറച്ച് ഉണ്ടമുളകില്ലേ, നാടൻ മുളക്, നല്ല എരിവുള്ള മുളക് തന്നെയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് സെയിൽ നടക്കണ ഒരു മുളകാണ് കേട്ടോ. ഞങ്ങളങ്ങനെ സെയിൽ നടത്താനുള്ള പരിപാടിയൊന്നും ഉണ്ടായില്ല, ഒരു ഇഷ്ടത്തിന് അങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ കിട്ടും ചെയ്യുമല്ലോ, ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ പോക്കറ്റ് മണി കിട്ടുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാൻ, അതായത് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ സ്റ്റിച്ചിങ്, ബേക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ അപ്പച്ചന് വയ്യാതായപ്പോൾ ബേക്കിങ്ങൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. നല്ല സെയിലുണ്ടായിരുന്നു കേട്ടോ കേക്കുകൾക്കൊക്കെ. പിന്നെ സ്റ്റിച്ചിങ് വർക്കുകൾ അതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആമിക്കുട്ടീനെ പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ അതൊക്കെ നിർത്തിയതാണ്. പിന്നെ അങ്ങനെയാണ്. പിന്നെ ഞാൻ ചരടൊക്കെ എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുളകിൻ്റെ കടകളൊക്കെ വീണ് കിടക്കുന്നുണ്ട് ചിലതൊക്കെ. ഈ മഴ ഇങ്ങനെ പെയ്യണ കാരണമായിരിക്കും അത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വടികളൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് ഇവർക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് കമ്പുകൾ അവിടെ തേക്കിൻ്റെ കമ്പുകൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് കമ്പ് കുത്തി കൊടുത്ത് സപ്പോർട്ട് ചെയ്യട്ടെ. ഇതിലൊക്കെ കണ്ടാതെ മുളകായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കുരുടിപ്പ് ബാധിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പറമ്പിലേക്ക് വരണമായിരുന്നു. ഈ മഴ ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവരെ ട്രീറ്റ് ചെയ്യാൻ സമയം സന്ദർഭം ഒത്തു കിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ആമിക്കുട്ടി അംഗനവാടി പോയിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മുടങ്ങാതെ അംഗനവാടിയിലൊക്കെ പോകണ്ടിട്ടാ. വലിയ ഇഷ്ടം ആമിക്കുട്ടിക്ക് അംഗനവാടി പോകാൻ. ചില ദിവസം പറയും പോവില്ല എന്ന് വലിയ മഴയൊക്കെ കാണുമ്പോൾ. പിന്നെ നമുക്ക് പറമ്പ് അടിച്ച് വാരാനുണ്ടായിരുന്നു. ഇത് അടിച്ച് വാരിയ കരിയില മുഴുവൻ ഇങ്ങനെ ഓരോ പച്ചക്കറിയുടെ, അതായത് ഇപ്പം ഇന്ന് മുളകിന് തന്നെയാട്ടോ മെയിനായിട്ട് കരിയില അടിച്ച് വാരിയിട്ട് കൊടുത്തത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ. 2 പണികളൊക്കെ ചെയ്ത് വേഗം പറമ്പിൽ നിന്ന് കയറാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പറമ്പിലേക്കൊക്കെ വരിക കേട്ടോ. പിന്നെ ചെയ്ത് പിടിച്ച് വരുമ്പോൾ 1-2 പണിയൊന്നല്ല, ഒരു എന്താ പറയുക, അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പറമ്പിൽ നിന്ന് പോവുള്ളൂ. പിന്നെ ഇത് നമ്മൾ വേനൽക്കാലത്ത് ഗ്രോ ബാഗുകളിൽ എന്താ പറയുക മുളകിൻ്റെ തൈകൾ അത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. മഞ്ഞ കളറ് പഴുക്കുമ്പോൾ നല്ല യെല്ലോ കളർ വരുന്ന മുളകില്ലേ, അതിൻ്റെ തൈകളാണ് കേട്ടോ ഇത് മുഴുവൻ. അപ്പോൾ ഇത് ഇപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിൽ വെച്ചാർന്ന ഞങ്ങൾ വേനലിൽ നല്ല ഈ മുളക് ചെടികൾക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എൻ്റെ അനുഭവം
ഗ്രോത്തി എന്ന് പറയാം. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കിവിടെ സക്സസ് ആയ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയാമല്ലോ. അതായത് നല്ല കത്തണ വെയിലത്ത് നിന്നിട്ടുള്ള മുളകിനേക്കാളും ഒരു 50% വെയിൽ 50% തണൽ അങ്ങനെ നിൽക്കണ മുളകിലാണ് കേട്ടോ എനിക്ക് ഇവിടെ കൂടുതലായിട്ട് ഫ്ലവറിങ്ങും അതിൽ മുളകൊക്കെ പിടിച്ച് കിട്ടണേ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മുളകിന് കത്തണ വെയിലിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ അത്യാവശ്യം തണലുള്ളിടത്തും നമുക്ക് കൃഷി ചെയ്യാം കേട്ടോ മുളക്. പിന്നെ വലിയ വാണിജ്യ അടിസ്ഥാനത്തിലല്ലെങ്കിലും ചെറുതായിട്ട് പോക്കറ്റ് മണിയൊക്കെ കിട്ടാനുള്ള സംഭവത്തിൽ നമുക്ക് മുളകൊക്കെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ കൃഷിഭ്രാന്തമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ. എനിക്കറിയണ ചെറിയ ചെറിയ ടിപ്സ് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ചെറിയ രീതിയിലുള്ള കൃഷിയുള്ളൂ, എനിക്ക് വലിയ രീതിയിലുള്ള കൃഷിയൊന്നുമല്ല. അപ്പോൾ അതേ ആ മുളകിൻ്റെ തൈകൾക്കും നമ്മൾ കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കൂടെ അടുത്തത് ഇടാൻ പോണത് കോഴിക്കാഷ്ടം, പിന്നെ കുറച്ച് മണ്ണും കൂടി വെട്ടി ഇടുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ മഴക്കാലമൊക്കെ ആയിരുന്നേ ആ മേൽമണ്ണ് നോക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ കിടക്കുന്നുണ്ട് പറമ്പിലേ. അപ്പോൾ അത് നല്ല വളമുള്ള മണ്ണായിരിക്കും. അപ്പോൾ ആ മണ്ണാണ് ഞാനിപ്പോൾ ചെത്തി ഇട്ട് കൊടുക്കണേ കേട്ടോ. അപ്പോൾ എല്ലാത്തിനും കടക്കിൽ ഇപ്പോൾ നമ്മൾ ചോട്ടിൽ കരിയിലയും കോഴിക്കാഷ്ടം പിന്നെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഉള്ള എല്ലാ ജൈവവളങ്ങളും ഇതിനായിട്ട് യൂസ് ചെയ്യട്ടാ. കഴിഞ്ഞ ആഴ്ചയോടുകൂടി ഞങ്ങൾ വാങ്ങിച്ച ജൈവവളമൊക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും വാങ്ങിച്ചിട്ട് വേണം അതൊക്കെ ഇവർക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പം നല്ല ഗ്രോത്തായിട്ട് വരും. അപ്പോൾ അത് ഈ ചേട്ടൻ ബാക്കിയുള്ള കോഴിക്കാഷ്ടം അവർക്ക് വലിയ മുളക് ചെടികളില്ലേ അവർക്കൊക്കെ ഇട്ട് കൊടുക്കുക. ഇവർ പുതിയതായിട്ട് ഫ്ലവറിങ് നടന്ന് മുളകുണ്ടായി നിൽക്കാനായിട്ട് അത് കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷമാണെന്നറിയോ. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ. ചെറിയ കൃഷിയാണ് ആണെങ്കിലും അതിൽ നിന്ന് കുറച്ച് കുറച്ച് വഴുതനങ്ങ കുറച്ച് പപ്പായ ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ വയ്യ, അത്ര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചോറ് ഊറ്റുമ്പോൾ കിട്ടണ ആ കഞ്ഞിവെള്ളമല്ലേ അതൊന്നും പാഴാക്കി കളയാറില്ല കേട്ടോ. അതൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് ഇവർക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ എന്തിനു പറയണു, ഇവിടെ ചായ വയ്ക്കുമ്പോൾ ആ ചായയിൽ വരെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും ഇവർക്ക് കൊടുക്കാനായിട്ട്. അത് കൊടുക്കും. പിന്നെ നമ്മൾ കിച്ചൺ വേസ്റ്റ് വരുമല്ലോ, ഉള്ളിത്തൊലി പഴത്തിൻ്റെ തൊലി അതൊക്കെ ഇവർക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അധികം സമയം വെക്കില്ല, കാരണം സ്മെല്ലൊന്നും വരണ്ടെന്ന് വെച്ചിട്ട് അന്നാന്ന് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഞാനിവിടെ വിറകടുപ്പാണ് കേട്ടോ യൂസ് ചെയ്യണേ. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും വൃത്തിക്കുറവൊക്കെ തോന്നുന്നുണ്ടോ? എന്താ ചെയ്യുക, നമുക്ക് വിറക് ഇങ്ങനെ വെച്ചാൽ അത് ഉണങ്ങി കിട്ടുള്ളൂ. ഉണങ്ങിയ വിറകാണ് എങ്കിലും പക്ഷേ നല്ല ചൂടിലിരുന്നാലേ പെട്ടെന്ന് രാവിലെ എണീറ്റ് കത്തിക്കാൻ നേരത്ത് നല്ല പോലെ കത്തിപ്പിടിഞ്ഞ് വന്നോളൂ കേട്ടോ. അതിനാണ് ഞാൻ വിറക് ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കണേ. പിന്നെ എനിക്ക് ആ വിറകടുപ്പ് കത്തിക്കാന്ന് പറഞ്ഞാൽ നല്ല ആക്രാന്തമുള്ള കാര്യം, ഭയങ്കര ഇഷ്ടമാണ് വിറകടുപ്പ് കത്തിക്കാനായിട്ട്. പിന്നെ അതേ നമ്മൾ കടച്ചക്ക വറുത്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിക്കുമ്പോഴേ ചക്ക വറുത്തത് കഴിക്കില്ലേ ഏകദേശം ആ 3/4 ഭാഗം ആ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരിക. പിന്നെ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലുള്ള ഉപ്പേരി കൂട്ടാൻ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അതും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ വെള്ളം ഒഴിക്കാണ്ട് ആവിയിൽ വേവിച്ചെടുത്ത് നല്ല മൂത്ത കടച്ചക്കല്ലേ, ഇതിൻ്റെ ഒപ്പം കോമ്പിനേഷൻ കട്ടൻ ചായ അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് മുളക് സെയിൽ ചെയ്യാൻ പൊട്ടിച്ചു എന്ന്. അപ്പോൾ ആ മുളകാണ് കേട്ടോ. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മൂത്ത മുളക് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നറിയോ? ആ മുളക് ഒന്ന് പിടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഞെങ്ങണ മുളകാണെങ്കിൽ അത് മൂത്തിട്ടില്ല, നല്ല ഹാർഡായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് മൂത്തു എന്ന് അർത്ഥട്ടോ. അപ്പോൾ അവർക്ക് നല്ല എന്താ പറയുക അധികം പഴുക്കാത്ത മൂത്ത മുളകുകളാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പൊട്ടിച്ചു. പിന്നെ റെഡ് കളറിലുള്ള മുളകൊക്കെ ഞങ്ങൾ എടുത്തു. ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്നും മുളകിൻ്റെ അടുത്തൊക്കെ ചെടികളുടെ അടുത്തൊക്കെ പോയി അവരെ ഒന്ന് നിരീക്ഷിക്കുക. ഇലകളുടെ അടിയിലായിട്ട് എന്തെങ്കിലും പ്രാണികൾ കീടങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നശിപ്പിക്കുക. പിന്നെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചോട് തൊടാതെ കട തൊടാതെ ഒക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുക. പിന്നെ എന്തെങ്കിലും ജൈവപരമായ മരുന്നുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി, വേപ്പെണ്ണ, പിന്നെ ഗോമൂത്രം,
അതൊക്കെയാണ് ഞങ്ങൾ എന്തെങ്കിലും ലിക്വിഡുകൾ, അതായത് സോപ്പിൻ്റെ എന്തെങ്കിലും ലിക്വിഡുകൾ അതും ചേർത്ത് നല്ല ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ നിർത്താണ്. അപ്പം എന്നെ കണ്ട് എൻ്റെ ഈ ചെറിയ ചാനൽ കണ്ട് ഒരു 140 സബ്ബൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നാലാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നണേ. ഞാൻ എണീക്കുമ്പോൾ തന്നെ എടുത്ത് നോക്കണത് ഇപ്പോൾ YT സ്റ്റുഡിയോ എത്ര പേര് ലൈക്ക് ചെയ്തു, എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓരോ സബ് കൂടുമ്പോഴും വലിയ സന്തോഷം. നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും വരാം. താങ്ക്